വരുന്ന വഴിയാണ്. ഫിസിക്സ് പാടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു കെമിസ്ട്രി ഈസി ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത്. എല്ലാം ക്വസ്റ്റ്യൻ ഒക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി. മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കിപ്പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ, പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയ എന്താ, ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിൽ വേറൊരു പാറ്റേൺ ആണ് അവർ തന്നെ. അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. അതുപോലത്തെ ഒരു പാറ്റേൺ നേരത്തെ ഒരു സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടി പ്രിപ്പയർ ആവായിരുന്നു. ഇത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവുമെന്നും രക്ഷിതാക്കൾ. ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി, ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ. അപ്പൊ അത് അവരുടെ പ്രിപ്പറേഷന് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആ പാടെ വളരെ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നു. ചോദിച്ചാൽ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നതിലുള്ള ക്വസ്റ്റൻ അല്ല വന്നിരിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റനാണ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ 10, +1, +2 ഒക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് +1, +2 മെയിനായിട്ട് +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം വരുന്ന ഫിസിക്സ് ആയാലും കെമിസ്ട്രി ഒക്കെ എക്സാം കഴിഞ്ഞിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര രീതിയിൽ ടഫായിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കുട്ടികൾ ആ ഒരു എക്സാം എഴുതിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയിലാണ്. കാരണം അവർക്ക് അത്രമാത്രം ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോയിൽ അതുപോലെ തന്നെ ന്യൂസൊക്കെ കാണിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടഫ്, അവർക്ക് ഒട്ടും തോക്കുമെന്ന് തന്നെ പേടിയാവുന്നത്. കാരണം ഇനി അടുത്ത മാത്സ് എക്സാമാണ് വരുന്നത്. ആ ഒരു മാത്സിൻ്റെ എക്സാം ഇതേ കണക്ക് ഭയങ്കര ടഫാവും എന്നുള്ളൊരു പേടിയുണ്ട്. നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഡൽ എക്സാം ഈ ഒരു മെയിൻ പബ്ലിക് എക്സാമിന് മുമ്പ് വെക്കുന്നതായിരിക്കും. ആ ഒരു മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ അടുത്ത് എന്താ പറയുക, ഒരു ഏകദേശം ക്വസ്റ്റ്യൻ ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്യാൻ ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു മോഡൽ എക്സാം വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവർക്ക് വെച്ച ആ ഒരു മോഡൽ എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചു, പിള്ളേർ വിചാരിച്ചു ഓക്കെ പബ്ലിക് എക്സാം വരുമ്പോഴത്തേന് ഇതേ കണക്കൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വെച്ചു. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ആണ് വന്നിട്ടുള്ളത്. അത് മെയിനായിട്ട് ഒരു സയൻസ് മാത്രമല്ല, അതുപോലെ തന്നെ കൊമേഴ്സിൽ ഉള്ള പിള്ളേർക്കും ഇതേ അവസ്ഥയാണ്. അവരും ഇതേ കണക്ക് തന്നെയാണ് പറയുന്നത്. അവർക്കും ഭയങ്കരമായിട്ടൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിള്ളേരെല്ലാവരും പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എന്ത് ചെയ്യണം, ഇത് ഭയങ്കരമായിട്ട് മോശമാണ്, ഒന്നുകൂടെ എക്സാം നടത്തണം, ഇങ്ങനത്തുള്ള അല്ലെങ്കിൽ റദ്ദാക്കണം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം ഭയങ്കരമായിട്ട് ടഫാണ്. അതുപോലെ തന്നെ പിള്ളേർ എന്ത് ചെയ്യുന്നു, ശിവൻകുട്ടിയുടെ ഒരു മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ എന്ത് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ഇങ്ങനെ കമൻസും കാര്യങ്ങളും ഇടുന്നുണ്ട്. ഇങ്ങനത്തെ ഇത്രയും ടഫാണ്, എന്താണ് ഇങ്ങനത്തെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമൻസ് ഇടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റിലുള്ള ഈ ഒരു കുട്ടികൾ ഇങ്ങനെ ഇടുന്ന സമയത്താണ് CBSEയിലുള്ള കുറേ പേര് കമൻസ് ഇടുന്നത്. ഞങ്ങൾക്കും ഇതേ കണക്ക് ഭയങ്കര ടഫാണ്, ഈസി ഒന്നും അല്ല, ഞങ്ങൾക്കും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും വരുന്നതെന്ന് പറയുന്നത്. സോ അപ്പോഴത്തേന് +2 ഉള്ള ഇപ്പോൾ എന്താ പറയുക, സയൻസ് മാത്രമല്ല കൊമേഴ്സ് മാത്രമല്ല, ഇപ്പോൾ CBSE എടുത്ത് അവർക്കും ഇങ്ങനത്തെ ഉള്ള എല്ലാ സെയിമായിട്ടുള്ള എന്ത് ചെയ്യുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഭയങ്കര ടഫസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. അതാണ് നിങ്ങൾ വീഡിയോ അധ്യാപകർ പഠിപ്പിക്കുന്ന ആ ഒരു ഇത് മാത്രമല്ലാതെ വേറെ എക്സ്ട്രാ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നത്. ഈ ഒരു പേരൻസ് പോലും ഈ ഒരു എക്സാം കഴിഞ്ഞ് കുട്ടികളെ വിളിക്കാൻ വന്ന സമയത്ത് കുട്ടികളടുത്ത് ചോദിച്ചപ്പോൾ ഭയങ്കര ടഫാണ്, ഭയങ്കര ടെൻഷനുണ്ട്, ഞങ്ങളൊന്നും എഴുതാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സോ ഇതുമാത്രം റദ്ദാക്കുക അങ്ങനെയൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്ന തോന്നുന്നില്ല. ബട്ട് ഇനി ഒരു മാത്സ് എക്സാം അങ്ങനത്തെയൊക്കെ വരുന്നു. എനിക്ക് പറയാറുള്ളത് നല്ലോണം കുറച്ചും കൂടി കഷ്ടപ്പെട്ട് ഒന്ന് പഠിച്ച് എടുക്കാനേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇത് മാറ്റുമെന്നുള്ളൊരു കാര്യം. എന്നിരുന്നാൽ പോലും അതിനുള്ള നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അത് ഫലമാവും എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടിച്ചിറങ്ങിയതാണ്. അതിനിപ്പം മാറ്റാൻ എത്രമാത്രം ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ഇത് വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ജസ്റ്റ് ഇത് ഇത്രയും ടഫായിട്ട് വരുമായിരുന്നെങ്കിൽ മോഡൽ എക്സാം അത്ര ടഫായിട്ട് നടത്തണമെന്നേ ഈ ഒരു കുട്ടികൾ പറയുന്നു. അത് ശരിയാണ്. കാരണം അത്ര ടഫായിട്ട് നടത്തിയാൽ അവർക്ക് മനസ്സിലാവും ഓക്കെ ഈ രീതിയിൽ ഇങ്ങനെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ആ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. അല്ലാതെ ഒരിക്കലും നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ.